ഹായ് ഗായ്സ്, ഐം ഷാലിനി ഉണ്ണികൃഷ്ണൻ ഫ്രം തിരുവനന്തപുരം. മുല്ലപ്പൂ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ആദ്യം ഓർമ്മ വരുന്ന ഡയലോഗ് അതാവൂലേ എല്ലാവർക്കും. ഇപ്പം ട്രെൻഡിങ് ആയി നിൽക്കുന്ന ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ ഉണ്ടാക്കി നോക്കിയാലോ നമുക്ക്. അധിക സംഭവങ്ങളൊന്നും വേണ്ടാതെ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ, പിന്നെ അതേ ഒരു കോയിൻ എടുത്തിട്ടുണ്ട്, ഒരു ടൂത്ത് പിക്ക്, കുറച്ച് ഗ്രീൻ പെയിൻറ്റ്, പിന്നെ ഒരു കത്രിക, അത്ര മതി കേട്ടോ. ആദ്യം ടിഷ്യൂ പേപ്പർ ഇതേപോലെ 2-3 മടക്കായിട്ട് മടക്കി എടുക്കുക. കോയിൻ ഞാൻ എടുത്തേക്കുന്നത് ഒരളവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കോയിൻ വെച്ചിട്ട് ഇതേപോലെ സർക്കിൾസ് ആയിട്ട് വെട്ടിയെടുക്കുന്നുണ്ട്. ഈ മുല്ലപ്പൂ ഉണ്ടാക്കുന്നത് പലതരത്തിലുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇതാണ് കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു സ്ക്വയർ പീസസും കൂടി വേണം ടിഷ്യൂൻ്റെ. ഇനിയാണ് നമ്മുടെ മെയിൻ കലാപരിപാടിയിലേക്ക് നമ്മൾ കിടക്കുന്നത്. നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ സർക്കിൾസ് ഇല്ലേ, അത് ഇതേപോലെ ടൂത്ത് പിക്കിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മീതെ നമ്മളൊരു സ്ക്വയർ ഷീറ്റും കൂടി വെച്ച് കൊടുത്ത് ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുല്ലമുട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സല്ലേ. നമ്മൾ വെറുതെ ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഇങ്ങനെ കുറേ മുട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കോർത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂവായി. അപ്പം മുട്ടൊക്കെ ഇതുപോലെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഗ്രീൻ പെയിൻറ്റ് എടുക്കുക. ആ സ്റ്റെമ്മിൻ്റെ ഭാഗത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം റെഡിയായി. അത്യാവശ്യം ഒരു ഒറിജിനാലിറ്റി ഒക്കെ ഉണ്ട് അല്ലേ. ആദ്യം ഞാൻ മുല്ലപ്പൂവ് കെട്ടാമെന്നാണ് വിചാരിച്ചത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതെന്നെ കൊണ്ട് കൂടിയേ കൂടില്ല എന്ന്. അപ്പോൾ മുല്ലപ്പൂ കെട്ടാൻ അറിയണവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ സൂചി നൂലെടുക്കുക, ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കുക. പിന്നെ വെള്ള നൂല് അന്വേഷിച്ച് ഞാൻ കുറേ നടന്നു. അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ കറുത്ത നൂലിലാണ് കേട്ടോ അത് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ കോർത്ത് കൊടുക്കുന്നതുകൊണ്ട് നൂലൊന്നും അധികം കാണില്ല. ഈ ഓണത്തിന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ഇനി മുല്ലപ്പൂ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇരിക്കണവർക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ അത് എങ്ങനെയുണ്ടെന്ന് എന്തായാലും കമൻറ്റ് ചെയ്തിട്ടും പറയണേ. ബൈ.